നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാൾ തന്നെ നാം പ്രവാസ ലോകത്തു നിന്ന് അതിദയനീയമായ കാഴ്ചകളാണ് കണ്ടത്. ജോലി നഷ്ടപ്പെട്ടും ജോലി ചെയ്തിട്ടും കൂലി കിട്ടാതെയും പട്ടിണി കിടന്ന പ്രവാസികൾ. വീണ്ടും ആ കാഴ്ച ഇനി കാണുവാൻ സാധിക്കില്ല. എന്നാലും ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുള്ള യാത്രാവിലക്ക് അനിശ്ചിതമായി നീട്ടിയതിന്റെ ആഘാതത്തിലാണ് നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളേവരും. മെയ് 15 വിലക്ക് പിൻവലിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഏവരിലും പൊലിഞ്ഞിരിക്കുന്നത്. ഉടൻ UAE-യിലെത്തിയില്ലെങ്കിൽ തന്നെ വിസ കാലാവധി കഴിയുന്നവരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുറയാതെ യാത്രാവിലക്ക് നീക്കാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. യാത്രാ ചെലവും അനിശ്ചിതാവസ്ഥയും മൂലം ബദൽ വഴികളും ഏറെക്കുറെ അടഞ്ഞ അവസ്ഥയുമാണ്. എന്നാൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 25 മുതലാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രാ വിമാനങ്ങൾക്ക് UAE വിലക്ക് ഏർപ്പെടുത്തിയത്. മെയ് 4 വരെയായിരുന്നു ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. വിലക്ക് 14 വരെ നീളുമെന്ന് പിന്നീട് വിമാന കമ്പനികൾ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് വിലക്ക് അനിശ്ചിതകാലത്തേക്ക് നീട്ടാനുള്ള ഒരു തീരുമാനം UAE-യിലെ ദുരന്ത നിവാരണ സമിതിയും സിവിൽ ഏവിയേഷൻ വിഭാഗവും സംയുക്തമായി എടുത്തിരിക്കുന്നത്. ഈ വാർത്തകളാണ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രവാസികളിൽ ഏറെ ആശങ്ക ഉണർത്തിയിരിക്കുന്നത്. പല അടിയന്തര ആവശ്യങ്ങൾക്കും നാട്ടിൽ കുടുങ്ങിപ്പോയ ആയിരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. തിരിച്ചെത്താൻ വൈകിയാൽ വിസ കാലാവധി തീരുന്നവരും അനവധിയാണ്. അവർക്കൊക്കെ എപ്പോൾ തിരിച്ചെത്താനാകും എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല എന്നതും വ്യക്തം. വിലക്ക് നീളുകയാണെങ്കിൽ തന്നെ അത് യാത്രക്കാരെ വളരെ പ്രതികൂലമായി ബാധിക്കും. പലരുടെയും തൊഴിൽ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൽപ്പിക്കുന്നുണ്ട്. അധികകാലം ഈ വിലക്ക് നീണ്ടു നിൽക്കില്ല എന്നായിരുന്നു പ്രവാസികളുടെ പ്രതീക്ഷ. പക്ഷേ ഇന്ത്യയിലെ കോവിഡ് വ്യാപനം കുറയാത്ത സാഹചര്യത്തിൽ ഈ വിലക്ക് പിൻവലിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് UAE അധികൃതർ ഉള്ളത്. UAE മാത്രമല്ല, ഒമാൻ, കുവൈറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ വിലക്ക് അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ബഹ്റൈൻ, ഖത്തർ എന്നീ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോഴും വിമാന സർവീസുകൾ തുടരുന്നുണ്ട്. നിലവിൽ ഖത്തറും ബഹ്റൈനും മാത്രമാണ് ഗൾഫ് മേഖലയിൽ ഇന്ത്യക്ക് വിലക്ക് ഏർപ്പെടുത്താത്തതും. ഈ രാജ്യങ്ങളിലേക്ക് എത്തി അവിടെ നിന്നും UAE-യിലേക്ക് വരിക എന്നതും നിലവിലെ സാഹചര്യങ്ങളിൽ പ്രായോഗികമായ കാര്യമല്ല. ഈ മാസം 17 മുതൽ മറ്റ് അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് സൗദി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അവിടെയും ഇന്ത്യ ഒരു ചോദ്യചിഹ്നമാകുകയാണ്. ഇതിൽ ഏറെ ആശങ്കാകുലരാണ് പ്രവാസികൾ ഏവരും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ തീർത്തും മോശമാണ്. ദിനംപ്രതി 3 ലക്ഷത്തിൽ പരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കേരളത്തിലാണെങ്കിലോ 30,000-ൽ കുറയാത്ത ദിവസവുമില്ല. ആയതിനാൽ തന്നെ ഇന്ത്യക്ക് വിമാനവിലക്ക് തുടരുമെന്ന ആശങ്കയും നിൽക്കുന്നുണ്ട്. പ്രവാസികൾ തീർത്തും ആശങ്കാകുലരാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.